ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ യാത്ര ഒരു കല്യാണത്തിനാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ തിരിഞ്ഞിരിക്കണം, നിങ്ങൾ കാര്യമാക്കണ്ട. ഇത്ര നേരം എന്നോട് ഭയങ്കര ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇവള്. അപ്പോൾ വീഡിയോ എടുക്കട്ടെ പറഞ്ഞപ്പോഴാണ് നേരെ അങ്ങ് തിരിഞ്ഞിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ചെറുതുരുത്തിയിലാണ്. ചെറുതുരുത്തി പുതുശ്ശേരി ചേലക്കര വഴിയാണ് നമ്മൾ പോകുന്നത്. അവിടെ ചെന്ന് കുറച്ച് ഷോപ്പിംഗ് നടത്തിയിട്ട് വേണം പോകണമെങ്കിൽ. ഇവിടെ ഒരാൾ അച്ഛനും അമ്മയോട് നല്ല കത്തി അടിക്കലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചേലക്കര എത്തി. അപ്പോൾ ആദ്യം തന്നെ ATM പോകണമല്ലോ. അപ്പോൾ ATMനാണ് ആദ്യം പോകുന്നത്. അങ്ങനെ ആദ്യം തന്നെ ATMൽ ചെന്ന് പൈസ എടുത്ത്, കയ്യിൽ കുറച്ച് പൈസ കരുതണമല്ലോ. ഗൂഗിൾ പേയിൽ നമുക്ക് എപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് കയ്യിൽ ആദ്യം കുറച്ച് പൈസയ്ക്കായി ATM ചെന്ന് പൈസ എടുത്ത്. നെക്സ്റ്റ് പരിപാടി ഫാൻസി ഷോപ്പിലാണ്. അങ്ങനെ ഫാൻസി ഷോപ്പിലും കയറി കുറച്ച് വളയും മാലയും എക്സെട്ര സാധനങ്ങളും എടുത്തിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങി. അടുത്ത പരിപാടി ഇനി ഡ്രസ്സ് എടുക്കണം. ഉണ്ണിക്കാണ് കേട്ടോ, അവൾക്കും കൂടി ഇനി ബാലൻസ് എടുക്കാനുണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് അടുത്ത പോക്ക്. ഈ ബാലൻസ് എടുക്കുക എന്ന് പറയുന്നത് വേറൊന്നും അല്ല കേട്ടോ. ഇതിനു മുന്നേ ചെറിയൊരു ഷോപ്പിംഗ് കൂടി നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും അമ്മയും ഉണ്ണിയും കൂടി ഇനി ഡ്രസ്സ് കടയിലേക്കാണ് പോകുന്നത് കേട്ടോ. ഈ സമയം അച്ഛൻ എന്ത് ചെയ്തു, വണ്ടിയിൽ എണ്ണ അടിക്കാം, ഡീസൽ അടിക്കണമല്ലോ. അപ്പോൾ അതിനായിട്ട് ചെന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛനും വന്നു. അങ്ങനെ ഡ്രസ്സുകളെല്ലാം എടുത്ത് നേരെ ഇനി വണ്ടിയുടെ അടുത്തേക്കാണ് പോകുന്നത്. അങ്ങനെ ഇവിടുത്തെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു എന്ന് പ്രതീക്ഷിച്ചിട്ട് നേരെ ഇനി ചെറുതുരുത്തിയിലേക്കാണ് കേട്ടോ പോകുന്നത്. പക്ഷേ കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞ് ടൗണിൽ നിന്നൊക്കെ മാറി കടയില്ലാത്ത സ്ഥലത്തെത്തിയപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്, ഒരു സാധനം കൂടി മേടിക്കാണ്ടായിരുന്നെന്ന്. അപ്പം പിന്നെ ചെറുതുരുത്തി ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് അവിടെ കയറി മേടിച്ച് പിന്നെയാണ് അവിടുന്ന് പോയേട്ടോ. അങ്ങനെ ഇപ്പോൾ നമ്മൾ കല്യാണ വീട്ടിലെത്തിയിട്ടാ. അവരുടെ വീട്ടിലോട്ട് വണ്ടി കയറില്ല. അപ്പോൾ നമ്മൾ നേരെ കുറച്ച് അങ്ങ് അടുത്തുള്ളൊരു പറമ്പിൽ വണ്ടി നിർത്തിയിട്ടാണ് അങ്ങോട്ട് പോയത്. അപ്പോൾ നമ്മൾ കല്യാണ വീട്ടിലെത്തിയിട്ടുണ്ട്. നാളെയാണ് കല്യാണം, തലേ ദിവസമാണ് ഇന്ന്. ബാക്കിയുള്ളവരെയൊക്കെ വരുന്നുണ്ടായിരുന്നല്ലോ കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും എത്തി. അപ്പോൾ നമ്മുടെ വീട്ടിലെ പരിപാടിയൊന്നുമില്ല, കല്യാണ മണ്ഡപത്തിലാണ് ഈവനിങ്ങും അതേപോലെ പിറ്റേ ദിവസമൊക്കെ പരിപാടി. അപ്പം നേരെ ഞങ്ങൾ ആദ്യം പിന്നെ മണ്ഡപത്തിലേക്ക് എല്ലാവരും കൂടി പോയി. ഓരോരുത്തർ വരുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അവിടെ ചെന്നപ്പോഴോ ഞങ്ങളാണ് കേട്ടോ അവിടെ ആദ്യം വന്നത്. ഞങ്ങൾ ചെന്നിട്ടാണ് ലേറ്റ് വരെ ഇട്ടത്. അപ്പോൾ ബാക്കിയുള്ളവർ പിന്നെ വന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും വന്നു തുടങ്ങി കേട്ടോ. പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ടും വകയും പിന്നെ നൈറ്റിൽ കുറച്ച് ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായിരുന്നു അടുത്ത പരിപാടി. ഒരുവിധം അതെല്ലാം കഴിഞ്ഞ് എല്ലാവരും കഴിക്കാൻ പോയി. അവസാനം ട്രിപ്പാണ് ഞങ്ങളുടെ കഴിക്കല് കേട്ടോ. പിന്നെ നമ്മുടെ മെയിൻ പരിപാടിയാണ് അറിയാമല്ലോ, നമ്മുടെ നെയ്ച്ചോറും കോഴി കറിയുമാണ് നമ്മുടെ തലേ ദിവസം ഉണ്ടായിരുന്നത്. ഒരു രക്ഷയില്ല, പൊളി സാധനമായിരുന്നു കേട്ടോ. ഞങ്ങളുടെ പിന്നെ ലാസ്റ്റ് ട്രിപ്പായിരുന്നല്ലോ, പറയണ്ടല്ലോ. അപ്പോഴേക്കും പിന്നെ ഒരുവിധം എല്ലാവരും പോയി തുടങ്ങിയിട്ടാ. പിന്നെ കുറച്ച് നേരം ഓരോരുത്തരെ കാത്ത് കുറച്ച് അധികം നേരം അവിടെ ഇരിക്കേണ്ടി വന്നു. ഇതേ വയ്യാന്ന് പറഞ്ഞത് താഴെ പോയി കിടക്കുന്നത്. ഒരുവിധം എല്ലാവരും പോയി തുടങ്ങി. ഞങ്ങൾ കുറച്ച് നേരമേ ഉള്ളൂ. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ഇവിടുന്ന് ഇപ്പം ഞങ്ങൾ ഇനി കല്യാണ വീട്ടിലേക്കല്ല കേട്ടോ പോകുന്നത്. ഇനി ഞങ്ങൾ ഇനി നേരെ കുളപ്പുള്ളിയാണ്, ചുവന്നുകയറ്റിലാണ് പോകുന്നത്. അവിടെയാണ് അമ്മമ്മയുടെയും മാമയുടെയും അമ്മയുടെ സ്വന്തം വീടുള്ളത്. അപ്പോൾ നേരെ ഇനി അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ നാളെ രാവിലെ 7:30 കല്യാണം കെട്ടാൻ പോകും. അപ്പോൾ ആ നേരം ആകുമ്പോഴേക്കും ഇങ്ങ് വരാം. അടുത്താണ്, അധികം ദൂരമൊന്നുമില്ല. അപ്പോൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത്. ഇന്ന് നൈറ്റ് ഇപ്പോൾ അവിടെയാണ് സ്റ്റേ. അങ്ങനെ പിറ്റേ ദിവസമായി. രാവിലത്തെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി 7:30 ആകുമ്പോഴേക്കും നേരെ ചെറുതുരുത്തി പുതുശ്ശേരി പോയി കേട്ടോ. ഇനിയിപ്പോൾ കല്യാണം കെട്ടാനായി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇവിടുന്ന് ഞങ്ങൾ 7:30 പറഞ്ഞിട്ട് 8 മണിയൊക്കെ ആയി ഇറങ്ങിയപ്പോൾ. പിന്നെ സാധാരണ ഇപ്പോഴും അങ്ങനെയാണല്ലോ. അങ്ങനെ ഇനി പോകുന്നത് നമ്മൾ മണ്ണൂരാണ്. അപ്പോൾ പുതുശ്ശേരിയിൽ നിന്ന് മണ്ണൂരിലേക്കാണ് യാത്ര. അപ്പോൾ മുഹൂർത്തം രാവിലെ നേരത്തെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരത്തെ എത്തി. എല്ലാവരും പെണ്ണിൻ്റെ വീട്ടുകാരൊക്കെ വരുന്നേ ഉള്ളൂ കേട്ടോ. മൊത്തത്തിൽ ഇപ്പോൾ ഞങ്ങൾ ഈ കല്യാണത്തിന് എല്ലാത്തിനും ഞങ്ങൾ നേരത്തെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കല്യാണ പെണ്ണും കൂട്ടരും വന്നിട്ടുണ്ട് കേട്ടോ. അടുത്തത് ഇനി ചെക്കൻ കൂട്ടരെ ഇനി വെൽക്കം ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ ഈ കാണുന്നത്. കല്യാണത്തിൻ്റെ സൗണ്ടുകളൊക്കെ പുറത്തുവരാൻ തുടങ്ങി കേട്ടോ. ഞങ്ങൾ ഇങ്ങ് കുറച്ച് മുന്നേ അമ്പലത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ ഇങ്ങ് കയറിയിട്ടാണ്. അപ്പോൾ ബാക്കിയുള്ള കുറച്ച് പേര് മാത്രം ഇവിടെ താഴെ. ഞങ്ങൾ മുന്നേ ഇങ്ങ് കയറി. ചെക്കനും കൂട്ടുകാരും ഇങ്ങ് അകത്ത് കയറി. അപ്പോൾ പിന്നെ ഞങ്ങളെ കാലത്ത് ഇവിടെ വെൽക്കം ഡ്രിങ്ക് ഇരിക്കുന്നു കേട്ടോ. അത് കുടിച്ചപ്പോൾ ഭയങ്കര ആശ്വാസമായിരുന്നു കേട്ടോ. ദാഹിച്ച് വരുമായിരുന്നു. അപ്പോൾ തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് കിട്ടിയപ്പോൾ വളരെ ആശ്വാസം. അങ്ങനെ നമ്മുടെ മുഹൂർത്തമായി ചടങ്ങോട് തുടങ്ങിയാണ് കല്യാണ പരിപാടി ഇവിടെ നടക്കുന്നത്. അങ്ങനെ താലികെട്ട് കഴിഞ്ഞു കേട്ടോ.
പിന്നെ ചടങ്ങും തിരക്കുകളൊക്കെ ആയി. പിന്നെ പറയണ്ടല്ലോ, കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ സമയം വന്നെത്തി. കഴിക്കാം. സദ്യയാണ് കേട്ടോ ഇവിടെ. അപ്പോൾ അടിപൊളി സദ്യയായിരുന്നു. രക്ഷയില്ല, പറയാൻ വയ്യ. അടിപൊളി സദ്യയും നല്ല പായസമൊക്കെ ആയിരുന്നു കേട്ടോ. മുഹൂർത്തം വളരെ നേരത്തെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് കഴിക്കുന്ന പരിപാടിയൊക്കെ നേരത്തെയും കഴിഞ്ഞ്. പിന്നെ ഇവിടുന്ന് ഇറങ്ങാൻ ടൈമുണ്ട്. 1:30ക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. അങ്ങനെ അവിടെ കുറേ നേരം ഇരിക്കേണ്ടി വന്നു കേട്ടോ. നല്ല ചൂടും ഉണ്ടായിരുന്നു, നല്ല ദാഹം ഉണ്ടായിരുന്നു. അപ്പം പിന്നെ തൊട്ടടുത്ത കടയിൽ പോയിട്ട് നാരങ്ങ സോഡ മേടിച്ച് കുടിച്ചു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമുക്കിവിടെ റിസപ്ഷനാണ്, അവിടെ 4 മണിക്കാണ്. അപ്പം നമ്മൾ നേരെ കല്യാണ വീട്ടിലേക്ക് വന്നിട്ട് അങ്ങനെ കല്യാണ വീട്ടിൽ വന്നിട്ട് കുറച്ച് റെസ്റ്റൊക്കെ ചെയ്തിട്ട് പിന്നെ 4 മണിയായപ്പോൾ നേരെ അങ്ങ് പോവുകയാണ് കേട്ടോ ചെയ്തത്. അവിടെ ചെന്നിട്ടും പറയേണ്ട സെയിം അവസ്ഥയാണ്. നമ്മൾ തന്നെയാണ് ആദ്യം എത്തിയത്, ഓരോരുത്തർ വരുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് കേട്ടോ എൻ്റെ ഒരു പഴയ കൂട്ടുകാരിയെ കണ്ടത്. കുറേ കാലങ്ങൾക്ക് ശേഷമായിരുന്നു കണ്ടത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കല്യാണ ചെറുതും കല്യാണ പെണ്ണും ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒന്നും പറയണ്ട, ആകെ ബഹളമാണ്. പാട്ടും വീഡിയോയും ഫോട്ടോയും മൊത്തത്തിൽ കളറായിരുന്നു കേട്ടോ. പിന്നെ ഒന്നും പറയണ്ട കേട്ടോ, നമ്മുടെ സമയം വന്നെത്തി. നെയ്ച്ചോറും ചിക്കനും ആയിരുന്നു കേട്ടോ. ഇതുവരെ കഴിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല, പറയാൻ പറ്റില്ല, അത്രയധികം ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ ബിരിയാണിക്ക്. അപ്പോൾ പിന്നെ അതിന് ശേഷം പിന്നെ ഒരുവിധം എല്ലാവരും പോയി തുടങ്ങി. 8 മണി 8:30 വരെയൊക്കെ ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അച്ഛൻ്റെ വണ്ടിക്കായി കാത്തിരുന്നിട്ടും ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകായിട്ട് ഉഷ്ണം സഹിക്കാതെ ഞങ്ങളിതേ മുറ്റത്തെ പുല്ലിലും പറമ്പിലൊക്കെ വന്നിരിക്കാൻ തുടങ്ങി കേട്ടോ. അതിനിടയ്ക്ക് ഞങ്ങൾ പിന്നെ ദാഹിച്ചപ്പോൾ ഒരു കുപ്പി 7-Up 2 ഡയറി മിൽക്കൊക്കെ മേടിക്കാൻ പോയി. അപ്പോഴേക്കും ഒരുവിധം അവിടുത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് എല്ലാവരും വന്നു. പിന്നെ ഞങ്ങൾ നേരെ കുളപ്പുള്ളിയിലെ വീട്ടിലേക്കാണ് പോയിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ ബൈ.